പ്രിയപ്പെട്ട ഉമ്മമാരെ, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, കുടുംബ ബന്ധം ചേർക്കണം, ഭർത്താവിനെ അനുസരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ മറക്കേണ്ട സ്ഥലങ്ങൾ മറക്കാതെ വീട്ടിൽ നിന്നിറങ്ങരുത്. ഇന്ന് പല പെൺകുട്ടികളും തലമറക്കുന്നത് കാണുന്നില്ല. മറക്കുകയാണെങ്കിൽ തന്നെ മുടിയുടെ മുൻഭാഗം മറച്ച് പകുതി മാത്രമാണ് മറച്ചു കാണുന്നത്. ഇത് പച്ച ഹറാമാണ്. അങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഒരിക്കലും ശരിയല്ല കേട്ടോ. ഒരു പണ്ഡിതനും തലമറക്കാതെ ഇറങ്ങാൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല, മാറുമറക്കാതെ ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. നരകത്തിലാണെന്ന് നബിതങ്ങൾ പ്രഖ്യാപിച്ച രണ്ട് കൂട്ടരിൽ ഒന്ന് നിസാവും കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ. അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ച് ഭംഗി കാണിച്ച് നടക്കുന്ന സ്ത്രീകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വയസ്സായ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോ നന്നായി മറച്ച് നടക്കുമ്പോൾ അതേ 14, 15, 16, 17, 18 ഒക്കെ വയസ്സുള്ള പെൺകുട്ടികള് അത് കുട്ടികളല്ല കേട്ടോ. അത് മുസ്തഹാത്തായ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമുള്ള പെണ്ണാണ്. അത്തരം സ്ത്രീകൾ തലമറക്കാതെ മാറുമറക്കാതെ ശരീരം മറക്കാതെ ജനങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ജനങ്ങളുമായി അന്യപുരുഷന്മാരുമായി സമ്പർക്കം പുലർത്തുന്നതുമൊക്കെ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചതല്ല. ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നബിതങ്ങൾ പറഞ്ഞത് സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടര് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലം അർഹുമാം. എന്റെ കാലത്ത് ഞാനവരെ കണ്ടിട്ടില്ല, പക്ഷേ പിന്നീട് അവർ വരും എന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ യുവതികൾ തലമറക്കാതെ മാറുമറക്കാതെ ഇറങ്ങി നടക്കുകയാണ്. എന്തൊരു പച്ച ഹറാം! ഓ സഹോദരിമാരെ, സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിച്ചില്ലേ നമ്മൾ ആദ്യം നമ്മളെ കാര്യം ശരിയാക്കണ്ടേ. അള്ളാന്റെ റസൂല് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചോ, അതാ ഖൈർ എന്ന് പറയുമ്പോ അവിടെ പിന്നെ സംശയം ചോദിക്കാൻ വരികയാണ്. വിവരമില്ലാത്തവൻ ചോദിക്കുന്ന ആരോട്? വിവരമില്ലാത്ത ആളോട്. അങ്ങനെയാണോ? അള്ളാഹുവിന്റെ ദീൻ അതിവിടെ ഇമാമിങ്ങൾ വിവരിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? തലമറക്കാതെ മാറുമറക്കാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഏർപ്പാട് മുസ്ലിം സ്ത്രീകൾക്കുണ്ടാകാൻ പാടില്ല. അവരാവശ്യത്തിനു വേണ്ടി ജോലിക്ക് പോകാം, അവർ അത്യാവശ്യത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാം, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ ആവശ്യമില്ലാതെ അവർ ഒരു രംഗത്തും വരാൻ പാടില്ല. ദീനിന്റെ നിയമമായി പറയാതെ നിർവാഹം ഇല്ല. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞില്ല എന്നും പറയണ്ട. നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനൊന്നും കഴിയില്ല. അല്ലാഹുവിന്റെ ദീൻ ഉള്ളതുള്ളതുപോലെ പറയാനാണ് പണ്ഡിതന്മാർക്ക് നിർദ്ദേശം. അത് മൂടിവെക്കാനുമല്ല, പകുതി മൂടി വെച്ചിട്ട് പറയാനുമല്ല, തീർത്തും പറയാനാണ്. അത് ജൂതന്മാരെ പരിപാടിയാണ്. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സഅത ലബീസ മാ കാനൂ യസ്നഊൻ. ജൂത ക്രിസ്ത്യാനികളെ പണ്ഡിതന്മാർ ഉള്ളത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ മുമ്പിൽ വേണ്ടതുപോലെ പറഞ്ഞില്ല. അതുകൊണ്ട് അവർ ചെയ്ത് വളരെ മോശമായി പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ വഴിയിൽ പോകുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. അതങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നടക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ.